ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. അവതാര കഥകൾ പലതാണെങ്കിലും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നു തന്നെയാണ് എല്ലാ ഈശ്വര പ്രതിരൂപങ്ങളുടെയും സാരാംശം. ലോക സമാധാനത്തിന് എല്ലാം പാത്രീഭവിക്കട്ടെ എന്ന് ഏവർക്കും ആശിക്കാം. അഷ്ടമി രോഹിണി ദിനം നാടും നഗരവും അമ്പാടിയായി മാറിയ റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്കു ശേഷം. കതിരൂർ മനോജ് കൊലക്കേസ് അന്വേഷണം അട്ടിമറിക്കാനാണ് CPM ശ്രമിക്കുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ രോഗികൾക്ക് കൈത്താങ്ങാകാൻ പാലിയേറ്റീവ് കെയറുമായി ഫറൂഖ് കോളേജ് വിദ്യാർത്ഥികളും. ദ്വാപരയുഗ സ്മരണകളുണർത്തി ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ നാടെങ്ങും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. കതിരൂർ മനോജ് കൊലക്കേസ് അന്വേഷണം അട്ടിമറിക്കാനാണ് CPM ശ്രമിക്കുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ. CBI അന്വേഷണം വരുന്നതിന് മുൻപ് കേസ് അനുകൂലമാക്കാനാണ് CPM ശ്രമം. ഇതിനെ BJP സർവ്വശക്തിയും ഉപയോഗിച്ച് നേരിടുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. അന്വേഷണ സംഘത്തിലെ ഒരു DYSPയെ ഭീഷണിപ്പെടുത്തിയതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കുകയാണ്. അങ്ങേയറ്റം നിർഭാഗ്യകരവും നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയുമാണിത്. കതിരൂർ മനോജ് വധക്കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘത്തലവനെ CPM ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. TP കൊലക്കേസ് പോലെയാണ് CPM മനോജ് കൊലക്കേസും കൈകാര്യം ചെയ്യുന്നത്. CPM തയ്യാറാക്കിയ തിരക്കഥയാണ് തെളിവെടുപ്പ് എന്ന രീതിയിൽ പുറത്തുവരുന്നത്. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. തുടർച്ചയായിട്ട് ഇത്തരം നിയമലംഘനങ്ങളും അപരിഷ്കൃതമായിട്ടുള്ള രീതികളും CPIM നേതാക്കന്മാർ അനുവർത്തിക്കുമ്പോഴും കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കുറ്റകരമായിട്ടുള്ള മൗനം പാലിക്കുകയാണ്. ഒരു കേന്ദ്ര അന്വേഷണം വരുന്നതിന് മുമ്പ് കാര്യങ്ങൾ സുഗമമായ രീതിയിൽ തങ്ങൾക്കിഷ്ടമുള്ള നിലയിൽ അവസാനിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. നിയമവാഴ്ചയിലെ അട്ടിമറി ഇല്ലാതാക്കുമെന്ന് കേന്ദ്ര സർക്കാരിന് നൽകിയ വാക്ക് കേരള സർക്കാർ ലംഘിച്ചുവെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. സ്വാതന്ത്ര്യം, സമാധാനം, വികസനം എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തി BJP കണ്ണൂരിൽ 2 മേഖലാ ജാഥകൾ നടത്തും. V മുരളീധരൻ, PK കൃഷ്ണദാസ് എന്നിവർ ജാഥകൾ നയിക്കും. സമാധാന സന്ദേശം ഉയർത്തി ജാഥകൾ CPM പാർട്ടി ഗ്രാമങ്ങളിലൂടെ കടന്നുപോകുമെന്നും സുരേന്ദ്രൻ കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2 മേഖലാ ജാഥകൾക്ക് നേതൃത്വം നൽകുന്നത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ V മുരളീധരനും മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ PK കൃഷ്ണദാസുമാണ്. പാർട്ടിക്ക് ബാലികേറാമലയായി CPIM പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ പ്രദേശങ്ങളിലും ഈ ജാഥ സമാധാനപരമായിട്ട് സഞ്ചരിക്കും. BJP ജില്ലാ പ്രസിഡന്റ് P രഘുനാഥ്, കണ്ണൂർ ജില്ലാ സെക്രട്ടറി രഞ്ജിത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ശ്രീകൃഷ്ണന്റെ ജന്മദിനത്തിൽ ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. നിർമ്മാല്യ ദർശനത്തിനായി ക്ഷേത്രങ്ങളിൽ നീണ്ട നിര ഉണ്ടായിരുന്നു. കൂടാതെ പ്രത്യേക പൂജകളും പരിപാടികളും ക്ഷേത്രങ്ങളിൽ സംഘടിപ്പിച്ചു. തിന്മയുടെ മേൽ നന്മയുടെ വിജയമായിരുന്നു അവതാരമൂർത്തി ശ്രീകൃഷ്ണന്റെ ജനനം. ദ്വാപരയുഗ സ്മരണകൾ ഉണർത്തിക്കൊണ്ട് നാടും നഗരവും ശ്രീകൃഷ്ണന്റെ ജന്മദിനം ആഘോഷിച്ചു. ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ വിവിധ പൂജകളും ആഘോഷ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. നിർമ്മാല്യ ദർശനത്തിനായി പുലർച്ചെ തന്നെ നിരവധി ഭക്തർ ക്ഷേത്ര അങ്കണത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് വാകച്ചാർത്ത്, പാലഭിഷേകം, മലർ നിവേദ്യം, വെണ്ണ നിവേദ്യം, ഉഷപൂജ, നവകം, കളഭപൂജ, കളഭാഭിഷേകം, ഉച്ചപൂജ, ശ്രീഭൂതബലി, പ്രസാദൂട്ട് എന്നിവയും നടന്നു. തിരുവച്ചിറ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തന്ത്രി ബ്രഹ്മശ്രീ ചെന്നാസ് ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ നടന്നത്.
പാറപ്പുറം ശ്രീകൃഷ്ണ ക്ഷേത്രം, ഇരുവള്ളൂർ കാരപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം, തിരുവങ്ങൂർ പാർത്ഥസാരഥി ക്ഷേത്രം, തളി ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നിവിടങ്ങളിലും പൂജകളും പരിപാടികളും നടന്നു. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ബാലദിനമായി നാടെങ്ങും ആഘോഷിച്ചു. ദ്വാപരയുഗ സ്മരണകൾ ഉണർത്തി ശോഭായാത്രകൾ നടന്നു. മഹാശോഭയാത്ര ശ്രീകണ്ഠേശ്വര ക്ഷേത്ര പരിസരത്ത് ഉദ്ഘാടനം ചെയ്തു. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ നഗരത്തിൽ ദ്വാപരയുഗ സ്മരണകൾ ഉണർത്തി ശോഭായാത്രകൾ നടന്നു. ശ്രീകൃഷ്ണ ലീലകളും ദ്വാപരയുഗ സംഭവങ്ങളും നിശ്ചല ദൃശ്യങ്ങളായി ശോഭായാത്രയിൽ അണിനിരന്നു. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിലാണ് ശോഭായാത്രകൾ നടന്നത്. മഹാശോഭയാത്ര ശ്രീകണ്ഠേശ്വര ക്ഷേത്ര പരിസരത്തു നിന്നും ആരംഭിച്ചു. പ്രഭാകരൻ പാലേരി ഉദ്ഘാടനം ചെയ്തു. ഘോഷയാത്ര പുറപ്പെട്ട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം റോഡ്, പാവമണി റോഡ്, സ്റ്റേഡിയം ജംഗ്ഷൻ, രാജാജി റോഡ്, മാവൂർ റോഡിൽ പ്രവേശിച്ചു. അഴകുടി ക്ഷേത്ര പരിസരത്തു നിന്നും ആരംഭിച്ച ചാവയർ നഗരം ശോഭായാത്ര മാവൂർ റോഡിൽ വെച്ച് മഹാശോഭയാത്രയിൽ ചേർന്നു. തുടർന്ന് ബാങ്ക് റോഡിലെത്തി എരഞ്ഞിപ്പാലം തായാട്ട് ക്ഷേത്ര പരിസരത്തു നിന്നും ആരംഭിച്ച കാരപ്പറമ്പ് നഗരം ശോഭയാത്രയും CH ഓർബിഡ് ജംഗ്ഷനിലെത്തിയപ്പോൾ തൊടിയിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള ശോഭയാത്രയും വെള്ളയിൽ നഗരം ശോഭയാത്രയും ഒപ്പം ചേർന്നു. മാനാഞ്ചിറ LIC കോർണർ, മിഠായി തെരുവ്, താജ് റോഡ് വഴി മഹാശോഭയാത്ര പാളയത്തെത്തി. ആഴ്ചവട്ടം തറക്കൽ ക്ഷേത്ര പരിസരത്തു നിന്നുള്ള ചാലപ്പുറം നഗരം ശോഭായാത്രയും പയ്യാനിക്കിൽ നിന്നുള്ള കല്ലായി നഗരം ശോഭയാത്രയും മഹാശോഭയാത്രയോട് ചേർന്നു. പിന്നീട് GH റോഡ് വഴി മുതലക്കുളത്ത് സമാപിച്ചു. രാവിലെ മുതൽ ഭജനരഥങ്ങൾ നഗരത്തിൽ പ്രദർശനം നടത്തി. വെള്ളിമാടുകുന്ന് ബാലസദനം, ചേവായൂർ സേവാഭാരതി ബാലികാ സദനം, ചെറുവറ്റ ബാലസദനം, മാനസികാരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബാലദിന സന്ദേശങ്ങൾ നൽകുകയും പ്രസാദ വിതരണവും നടത്തി. ബേപ്പൂർ, ചെറുവണ്ണൂർ, രാമനാട്ടുകര, പന്തീരങ്കാവ്, ഉള്ളേരി, കൊയിലാണ്ടി, വടകര, ബാലുശ്ശേരി, താമരശ്ശേരി, മുക്കം, കുന്നമംഗലം, കുറ്റിക്കാട്ടൂർ, ഒളവണ്ണ എന്നിവിടങ്ങളിലും ശോഭായാത്രകൾ നടന്നു. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ രോഗികളെ പരിചരിക്കാനായി രംഗത്ത് എത്തിയിരിക്കുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. ഫറൂഖ് കോളേജിലെ പാലിയേറ്റീവ് ജൂബിലി ഹെൽത്ത് കെയർ യൂണിറ്റിലെ പ്രവർത്തകരാണ് മാനസികാരോഗ്യ കേന്ദ്രവുമായി സഹകരിച്ച് മാസത്തിലൊരിക്കൽ രോഗികളെ പരിപാലിക്കാനായി എത്തുന്നത്. പരിപാടിയുടെ ഉദ്ഘാടനം ചിത്രകാരനും ശില്പിയുമായ RK പൊറ്റശ്ശേരി നിർവഹിച്ചു. ഫറൂഖ് കോളേജിലെ പാലിയേറ്റീവ് ജൂബിലി ഹെൽത്ത് കെയർ യൂണിറ്റ് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രവുമായി സഹകരിച്ചാണ് മാനസികാരോഗ്യ കേന്ദ്രത്തിലെ രോഗികളെ പരിചരിക്കാനായി രംഗത്തെത്തിയത്. മാസത്തിൽ ഒരു ദിവസം രോഗികളെ പരിചരിക്കാനും കളികളിലൂടെയും മറ്റും അവരുടെ മനസ്സിനെ ശാന്തമാക്കാനും ജീവിതത്തിലേക്ക് പതിയെ തിരിച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിലെ 30ഓളം വിദ്യാർത്ഥികൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. പരിപാടിയുടെ ഉദ്ഘാടനം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചിത്രകാരനും ശില്പിയുമായ RK പൊറ്റശ്ശേരി നിർവഹിച്ചു. ധർമ്മവും ഒക്കെ നമ്മുടെ മനുഷ്യനിൽ നിന്ന് അകന്നു പോയതാണ് ഇന്ന് ഇവിടെ ഈ സ്ഥാപനം പോലും ഉണ്ടാവാനൊരു കാരണം. മാനസിക ആരോഗ്യ കേന്ദ്രം എന്ന് പണ്ട് പറയുന്നതിന് മറ്റൊരു പേരായിരുന്നു. ആ നാമം മാറി വന്ന് ഇന്ന് അങ്ങനെ ഓമന പേരിൽ പറയുന്നുണ്ടെങ്കിൽ പോലും സമൂഹത്തിന്റെ ഇഫക്റ്റ് ഒന്നാണ് പണ്ട് പറഞ്ഞു പോകുന്ന അതേപോലെ. അങ്ങോട്ടാണ് നമ്മളൊക്കെ നാളെ എത്തേണ്ടത്. ഒരുപക്ഷെ നാളെ നമ്മളെ ഇവിടെ വന്നുകൂടായില്ല. അപ്പൊ ഇത്തരമൊരു സ്ഥാപനത്തിൽ ഇത്തരമൊരു പരിപാടി നടത്തുക എന്ന് പറയുന്നത് അത് വലിയൊരു സംഭവമാണ്. ഇവിടെ സ്നേഹം കിട്ടാത്തവരുടെ അല്ലെങ്കിൽ സഹായം കിട്ടാത്തവരുടെ മാത്രം മാനസിക നില തെറ്റിപ്പോയി. അതാണ് ഇന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ ശാപം. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ SN രവികുമാർ അധ്യക്ഷം വഹിച്ചു. പാലിയേറ്റീവ് കെയർ യൂണിറ്റ് കോർഡിനേറ്റർ അബ്ദുൽ ഗഫൂർ, ഡോക്ടർ അബ്ബാസ്, ഡോക്ടർ നെൽസൺ, വത്സല, അഷ്റഫ് അലി, ശോഭിത തുടങ്ങിയവർ സംബന്ധിച്ചു. അസ്വാതന്ത്ര്യത്തിന്റെ കാണാച്ചരടുകൾ സ്ത്രീ സമൂഹത്തെ വരിഞ്ഞു മുറുക്കുകയാണെന്ന് സാഹിത്യകാരി ഖദീജ മുംതാസ്. സ്റ്റേറ്റ് ബാങ്ക് സ്റ്റാഫ് യൂണിയൻ ജനറൽ കൌൺസിലിന്റെ ഭാഗമായുള്ള വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. 250ഓളം വനിതകളാണ് സംഗമത്തിൽ പങ്കെടുത്തത്. 28, 29 തീയതികളിൽ കോഴിക്കോട് നടക്കുന്ന സ്റ്റേറ്റ് ബാങ്ക് സ്റ്റാഫ് യൂണിയൻ ജനറൽ കൌൺസിലിന്റെ ഭാഗമായി വനിതാ സംഗമം നടത്തി. SBI കോഴിക്കോട് ശാഖ പരിസരത്ത് നടന്ന സംഗമം ഡോക്ടർ ഖദീജ മുംതാസ് ഉദ്ഘാടനം ചെയ്തു. ഒരു മേഖലയിലും തൊഴിൽ സുരക്ഷിതമില്ലെന്ന് അവർ പറഞ്ഞു. അസ്വാതന്ത്ര്യത്തിന്റെ കാണാച്ചരടുകൾ സ്ത്രീ സമൂഹത്തെ വരിഞ്ഞു മുറുക്കുകയാണ്. അനീതിക്കെതിരെ പ്രതികരിക്കാനുള്ള സാമൂഹിക അന്തരീക്ഷം പോലും നമുക്ക് നഷ്ടമാകുന്നുവെന്ന് മനസ്സിലാക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു.
നേരത്തെ പറഞ്ഞ സ്വാതന്ത്ര്യത്തിന്റെ കാണാചരടുകൾ ഇന്ന് നമ്മളെ വരിഞ്ഞു മുറുക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ചിന്തകളൊക്കെ പലപ്പോഴും നമ്മൾ പുരുഷന്മാരെ മാത്രം ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ ആ ഒരു പുസ്തകം വായിച്ചപ്പോൾ എത്ര കാര്യങ്ങളിലാണ് നമ്മൾ നമ്മുടെ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് എന്ന്. അത് ബാങ്കിങ് ഫീൽഡിലെ പ്രശ്നങ്ങൾ മാത്രമാണ് പറയുന്നത്. അങ്ങനെ എല്ലാ ഫീൽഡിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അസ്വാതന്ത്ര്യത്തിന്റെ ഒരു കാണാചരടുകൾ, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നേ ഇല്ല. അതൊക്കെ നമുക്ക് വേണ്ടി വേറെ ആരൊക്കെയോ ശ്രദ്ധിക്കും എന്നുള്ള ഒരു വിശ്വാസമാണ് ഒരുപക്ഷെ നമുക്കൊക്കെ ഉള്ളത്. എല്ലാ ഫീൽഡിലും നോക്കിക്കോളൂ. യൂണിയൻ ഓർഗനൈസിംഗ് സെക്രട്ടറി കെ ലതിക അധ്യക്ഷം വഹിച്ചു. സ്ത്രീ സംഘടന സമൂഹം എന്ന വിഷയം കരിവള്ളൂർ മുരളി അവതരിപ്പിച്ചു. ചിത്ര പി മല്ലയ്യ, എ രാഘവൻ, പി ഉഷാദേവി, ലിസി വി സക്രിയാസ്, സി വസന്തകുമാരി എന്നിവർ സംസാരിച്ചു. വിവിധ ജില്ലകളിൽ നിന്നായി 250 വനിതകൾ സംഗമത്തിൽ പങ്കെടുത്തു. സംഘടനാ ക്വിസ്, സംഗീത സദസ്സ് എന്നിവയും നടന്നു. വാർത്തകളിൽ ഇടവേള. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. You wanna say yeah, you wanna say grab, you wanna say grab. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളുമ്പും ഈ സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. പുറന്തോടത്ത് ഗംഗാധരന്റെ സ്മൃതി ചിത്രങ്ങൾ പുസ്തകം പ്രകാശനം ചെയ്തു. വടകര സാഹിത്യവേദി കേളുവേട്ടൻ പി ശങ്കരൻ സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് പ്രകാശന കർമ്മം നിർവഹിച്ചു. ആർട്ടിസ്റ്റ് മദനൻ ഏറ്റുവാങ്ങി. കോഴിക്കോട് നൌറ ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന പുറന്തോട്ടത്ത് ഗംഗാധരന്റെ സ്മൃതിചിത്രങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം വടകര കേളുവേട്ടൻ പി ശങ്കരൻ സ്മാരക ഹാളിൽ നടന്നു. വടകര സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ചടങ്ങിൽ പ്രശസ്ത മജീഷ്യനും ഗ്രന്ഥകാരനുമായ ഗോപിനാഥ് മുതുകാട് പുസ്തക പ്രകാശന കർമ്മം നിർവഹിച്ചു. ചിത്രകാരൻ മദനൻ പുസ്തകം ഏറ്റുവാങ്ങി. ആ പുസ്തകത്തിനകത്ത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച്, എൻ ഡി കൃഷ്ണവൈദ്യരെ കുറിച്ച്, മുൻപോത്ത് കുഞ്ഞപ്പയെ കുറിച്ചുള്ള ഒരുപാട് പ്രഗത്ഭനായി നടന്ന വഴികളിൽ മുഴുവൻ കാൽപാദങ്ങൾ പതിച്ചുവെച്ച പ്രഗത്ഭരായിട്ടുള്ള മലയാളികളെ കുറിച്ചുള്ള ചിത്രങ്ങളാണ് അതിനകത്തുള്ള ചിത്രങ്ങൾ. ചടങ്ങിൽ ഡോക്ടർ എ രാജൻ അധ്യക്ഷം വഹിച്ചു. മലയാള മനോരമ ചീഫ് ന്യൂസ് എഡിറ്റർ PJ ജോഷ ആമുഖ പ്രഭാഷണം നടത്തി. വീരൻകുട്ടി പുസ്തകം പരിചയപ്പെടുത്തി. KF ജോർജ്, PP നാണുക്കുറുപ്പ്, പ്രൊഫസർ കടത്തനാട്ട് നാരായണൻ, PP ദാമോദരൻ, കടമേരി ബാലകൃഷ്ണൻ, തയ്യുളുദ്ദീൻ രാജൻ, രാജൻ ചെറുവാട്ട്, T ശ്രീനിവാസൻ, റസാഖ് കല്ലേരി, മനോജ് ചരണ്ടത്തൂർ,
പ്രേംകുമാർ വടകര, പി രാജൻ, TK വിജയരാഘവൻ എന്നിവർ സംസാരിച്ചു. പുറന്തോട്ടത്ത് ഗംഗാധരൻ മറുപടി പ്രസംഗം നടത്തി. കേരളീയ ഗ്രാമീണ ജീവിതത്തിന്റെ ചരിത്രം ഇതിവൃത്തമാക്കി സാവിത്രി ദേവി രചിച്ച ഗായത്രി നോവൽ പ്രകാശനം ചെയ്തു. സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ PR നാഥൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള പുസ്തകം ഏറ്റുവാങ്ങി. കുങ്കുമച്ചപ്പ്, അമ്മ മനസ്സ്, കളിവീട് എന്നീ കവിതാ സമാഹാരങ്ങൾ കൊണ്ട് സാഹിത്യരംഗത്ത് ഇതിനകം ശ്രദ്ധേയമായ എഴുത്തുകാരിയായ സാവിത്രി ദേവിയുടെ പ്രഥമ നോവൽ ഗായത്രി പ്രകാശനം ചെയ്തു. എഴുത്തുകാരൻ PR നാഥൻ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയ്ക്ക് ആദ്യ പ്രതി നൽകിക്കൊണ്ടാണ് പ്രകാശനം നിർവഹിച്ചത്. ആവിഷ്കാര ഭംഗി കൊണ്ടും തനതായ ശൈലി കൊണ്ടും സവിശേഷ ശ്രദ്ധയാകർഷിക്കുന്ന ഗായത്രി തികച്ചും പ്രാദേശികമായ സംസ്കൃതിയിൽ നിന്നും ജീവിതത്തിൽ നിന്നും ഉയർക്കൊണ്ട കൃതിയാണെന്ന് PR നാഥൻ പുസ്തക പ്രകാശന ചടങ്ങിൽ പറഞ്ഞു. അങ്ങനെ വിശേഷിച്ചൊരു ഗുരുവിന്റെ കൂടെ നിന്ന് സാഹിത്യം പഠിക്കുകയോ അങ്ങനെ ഏതെങ്കിലും ഒരു ടീമായിട്ട് ചേർന്ന് നിൽക്കുകയോ ചെയ്യാറുണ്ട്. കാരണം ഒറ്റയ്ക്ക് അവരുടെ ഒരു പ്രവർത്തനമാണ് ഇവരുടെ പുസ്തകം. MP വീരേന്ദ്രകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് അശോകൻ അധ്യക്ഷം വഹിച്ചു. MG രാജൻ, VR സുധീഷ്, K അജിത, ശ്രീനി പാലേരി, KN നടുവണ്ണൂർ, EP കുഞ്ഞബ്ദുള്ള, ലത്തീഫ് പറമ്പിൽ, K ദേവകി, PK സൗദാമിനി, സാവിത്രി ദേവി, P ശോഭീന്ദ്രൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ചിപ്പിലിത്തോട് അങ്ങാടിക്ക് സമീപം ചുരത്തിൽ ചരക്ക് ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. കർണാടകത്തിൽ നിന്നും മുളക് കയറ്റി വരികയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. തൊടേക്കാട്ടിൽ അലിയുടെ വീടിന് മുകളിലേക്ക് മറിഞ്ഞ ലോറി സൺഷെയ്ഡിന് മുകളിൽ തങ്ങി നിന്നു. ചുരത്തിൽ നിയന്ത്രണം വിട്ട ലോറി വീട്ടുമുറ്റത്തേക്ക് മറിഞ്ഞു. ചിപ്പിലിത്തോട് അങ്ങാടിക്ക് സമീപമായിരുന്നു അപകടം. ഞായറാഴ്ച പുലർച്ചെ 5:30-ക്കായിരുന്നു സംഭവം. കർണാടകയിൽ നിന്നും താമരശ്ശേരിയിലേക്ക് മുളക് കയറ്റി വരികയായിരുന്ന ചരക്ക് ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. റോഡരികിലെ സംരക്ഷണ ഭിത്തി ഇടിച്ചു തകർന്ന ലോറി തൊട്ടടുത്ത തൊടേക്കാട്ടിൽ ആലിയുടെ വീട്ടുമുറ്റത്തേക്ക് തലകീഴായി മറിയുകയായിരുന്നു. വീടിന്റെ സൺഷെയ്ഡ് തകർത്ത് മുറ്റത്ത് നിർത്തിയിട്ട കാറിന് മുകളിലേക്കാണ് ലോറി മറിഞ്ഞത്. പരിക്കേറ്റ ഡ്രൈവർ കർണാടക സ്വദേശിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീടിന്റെ സൺഷെയ്ഡും ഒരു വശത്തെ ജനൽ ചില്ലുകളും തകർന്നു. ചുമരുകൾക്ക് വിള്ളൽ വീണു. കാറിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പ്രദീപ് കുമാർ MLAയുടെ പ്രാദേശിക വികസന നിധിയിൽ നിന്നും 28 ലക്ഷം രൂപ ചെലവഴിച്ച് ചേവരമ്പലത്ത് നിർമ്മിക്കുന്ന യുവജന സ്പോർട്സ് ക്ലബ്ബ് ആൻഡ് ലൈബ്രറിയുടെ ശിലാസ്ഥാപനം MLA പ്രദീപ് കുമാർ നിർവഹിച്ചു. 3 നിലകളിലുള്ള കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. വജ്രജൂബിലി സമ്മാനമായി യുവജന സ്പോർട്സ് ആൻഡ് ആർട്സ് ലൈബ്രറിക്ക് പുതിയ കെട്ടിട നിർമ്മാണത്തിന് തുടക്കം. ചേവരമ്പലത്തിന്റെ 6 പതിറ്റാണ്ടത്തെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തെ സമ്പന്നമാക്കിയ സാംസ്കാരിക സ്ഥാനമായ യുവജന ലൈബ്രറിക്ക് നിർമ്മിക്കുന്ന കെട്ടിടത്തിന് പ്രദീപ് കുമാർ MLA തറക്കല്ലിട്ടു. ആദ്യം ചെയ്തത്, ഞാനൊക്കെ നേരത്തെ വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ പോവുകയും വായിക്കുകയും അല്ലെങ്കിൽ ഇടപഴകുകയും ഒക്കെ ചെയ്ത ഒരു ലൈബ്രറിയാണ് അത്താണിക്കൽ പ്രോഗ്രസീവ് ലൈബ്രറി. അതിന് വളരെ മനോഹരമായിട്ടൊരു കെട്ടിടം നമുക്കുണ്ടാക്കാനായി. ഒരുപക്ഷെ അതിൻ്റെ ഒരു സൗകര്യവും അതിൻ്റെ സൗന്ദര്യവും ഒക്കെ എടുത്താൽ നമ്മളിപ്പോൾ ഈ ചുറ്റുപാട് സാധാരണ പ്രാദേശിക ലൈബ്രറി കെട്ടിടങ്ങളിൽ ഏറ്റവും മികച്ച ഒന്നായിരിക്കും. VT സത്യൻ അധ്യക്ഷനായിരുന്നു. കഥാകൃത്ത് സുഭാഷ് ചന്ദ്രൻ, ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി K ചന്ദ്രൻ, കൌൺസിലർ KT പത്മജ എന്നിവർ സംസാരിച്ചു. CK മുരളീധരൻ സ്വാഗതവും MC രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. പ്രദീപ് കുമാർ MLAയുടെ ഫണ്ടിൽ നിന്ന് 28 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിട നിർമ്മാണം. കമ്പ്യൂട്ടറും ഇന്റർനെറ്റ് സൗകര്യം ഉൾപ്പെടെയുള്ള ആധുനിക സാങ്കേതികത പ്രയോജനപ്പെടുത്തും വിധമാണ് 3 നില കെട്ടിടം പണിയുന്നത്. താഴെ നിലയിൽ വായനാമുറി, 1-ാം നിലയിൽ ഗ്രന്ഥശാല, 3-ാം നിലയിൽ മൾട്ടിമീഡിയ തിയേറ്ററോടുകൂടിയ ഹാൾ എന്നീ വിധത്തിലാണ് രൂപകൽപ്പന. സ്പേസ് ആർട്സ് രൂപകൽപ്പന നിർവഹിച്ച കെട്ടിടത്തിന്റെ നിർമ്മാണ ചുമതല നിർമ്മിതി കേന്ദ്രയ്ക്കാണ്. ഗ്രന്ഥശാല സംഘത്തിൽ ഗ്രേഡ് പദവിയുള്ള വായനശാലയാണ് യുവജന. റഫറൻസിനുള്ളതടക്കം 12,000-ഓളം പുസ്തകങ്ങൾ ലൈബ്രറിയിലുണ്ട്. യുവതരംഗ് പാറപ്പുറത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളോടെ ഓണം ആഘോഷിച്ചു. മലയാള മനോരമ ചീഫ് കോർഡിനേറ്റിംഗ് എഡിറ്റർ PJ ജോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൂവാടം തുമ്പി പൂവയലി നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണം. യുവതരംഗ് പാറപ്പുറത്തിന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെ ഓണം ആഘോഷിച്ചു. കുണ്ടായിത്തോട് ശാന്തി ഭവനിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം മലയാള മനോരമ ചീഫ് കോർഡിനേറ്റിംഗ് എഡിറ്റർ PJ ജോഷ നിർവഹിച്ചു.
യുവതരംഗ് പ്രസിഡന്റ് രാജേഷ് അച്ചാറമ്പത്ത് അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ തബലിസ്റ്റ് സുധീർ കടലുണ്ടി വിശിഷ്ടാതിഥിയായിരുന്നു. സ്നേഹമാണീശ്വരന്റെ രൂപം, സ്നേഹമാണീശ്വരന്റെ രൂപം. സെക്രട്ടറി രഞ്ജിത്ത് അരീക്കനാട്, ജോസഫ് ചാരുപ്ലാക്കൽ, AM അനിൽകുമാർ, രാജേഷ് മേനോൻ, മനോജ് മേനോത്ത്, മാത്യു കെ തോമസ്, വന്ദന ധർമ്മരാജ്, ഐശ്വര്യ പ്രകാശ്, ഷബ്ന മലയിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. വിശ്വാസം അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. High casual jewelry from Malabar Gold and Diamonds. ഓണാശംസകളോടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. Celebrate the beauty of life. വിശ്വാസം അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. വാർത്തകൾ തുടരുന്നു. നടുവട്ടം സർഗ സാംസ്കാരിക വേദിയുടെ ഓണാഘോഷ പരിപാടി സർഗോത്സവം സംഘടിപ്പിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം സാംസ്കാരിക പ്രവർത്തകൻ മുരളി ബേപ്പൂർ നിർവഹിച്ചു. മേയർ AK പ്രേമജം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നടുവട്ടം സർഗ സാംസ്കാരിക വേദിയുടെ ഓണാഘോഷ പരിപാടി സർഗോത്സവ് കുട്ടികളുടെ കലാകായിക മത്സര പരിപാടികളോടെ സംഘടിപ്പിച്ചു. നടുവട്ടം ഗവൺമെന്റ് UP സ്കൂളിൽ 2 ദിവസങ്ങൾ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം സാംസ്കാരിക പ്രവർത്തകൻ ബേപ്പൂർ മുരളി ഉദ്ഘാടനം ചെയ്തു. സർഗ പ്രസിഡന്റ് KV ബിനു അധ്യക്ഷനായിരുന്നു. സർഗ സെക്രട്ടറി NP ബിപിൻ, ഐശ്വര്യ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി P അരവിന്ദാക്ഷൻ, A രാജീവ് തുടങ്ങിയവർ സംബന്ധിച്ചു. സമാപന ചടങ്ങ് കോർപ്പറേഷൻ മേയർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കലാകായിക സാംസ്കാരിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച KP സുഭാഷ് ചന്ദ്രബോസിനെ മേയർ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. സ്കൂളിലെ വിദ്യാർത്ഥിക്കുള്ള ചികിത്സാ ധനസഹായം സ്കൂൾ PTA പ്രസിഡന്റ് മുരളി ബേപ്പൂർ ഏറ്റുവാങ്ങി. ചടങ്ങിൽ കൌൺസിലർ PV ഹൈദരാലി അധ്യക്ഷനായിരുന്നു. നടുവട്ടം UP സ്കൂൾ PTA പ്രസിഡന്റ് N അനിൽകുമാർ, മാധവദാസ്, KV ബിനു, NP ബിപിൻ എന്നിവർ സംബന്ധിച്ചു. കേരള യുക്തിവാദി സംഘം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ മതവും ശാസ്ത്രവും എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിച്ചു. NGO യൂണിയൻ ഹാളിൽ നടന്ന സംവാദത്തിൽ അയ്യൂബ് മൗലവി, മുഹമ്മദ് ഷമീം പാലശ്ശേരി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. യുക്തിവാദി സംഘം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മതവും ശാസ്ത്രവും എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിച്ചു. MH ദാവൂദ് സ്വാഗതം പറഞ്ഞു. കോഴിക്കോട് NGO യൂണിയൻ ഹാളിൽ വെച്ച് നടന്ന സംവാദത്തിൽ അയ്യൂബ് മൗലവി, മുഹമ്മദ് ഷമീം പാപ്പിനിശ്ശേരി എന്നിവർ സംബന്ധിച്ചു. വേദഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തുന്നത് അത് മനസ്സ് എന്നാണ്. ഹൃദയത്തെക്കുറിച്ചാണ് മനസ്സ് എന്ന് പറയുന്നത്. നെഞ്ചിനകത്തുള്ള ഹൃദയത്തെയാണ് മനസ്സ് എന്ന് പറയുന്നത് വേദഗ്രന്ഥങ്ങൾ. എന്നാൽ മനസ്സെന്ന് പറയുന്നത് മസ്തിഷ്കത്തിന്റെ പ്രവർത്തനമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു പരമാർത്ഥമാണ്. ഈ പരമാർത്ഥത്തിന് പോലും വിരുദ്ധമായി വേദഗ്രന്ഥങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് ഞാൻ അവതരിപ്പിക്കുന്നത് ഇവിടെ മതം എന്ന് പറയുമ്പോൾ ഒരുപാട് വിശാലാർത്ഥത്തിൽ കാണേണ്ട ഒരു വാക്കാണ്. പല മതങ്ങളും ഉണ്ട് നമ്മുടെ രാജ്യത്ത്. പക്ഷേ ഞാൻ ഷമീം സാർ അവരൊക്കെ മുസ്ലിം ഭാഷാതലത്തിൽ വന്നവരാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത്. ബിസിനസ് വാർത്തകളിലേക്ക്. കോഴിക്കോടിന്റെ വസ്ത്രശേഖര ലോകത്തിന് മറ്റൊരു അതിഥി കൂടി. ചുരിദാറിന്റെ വിപുലമായ ശ്രേണിയൊരുക്കി നിയറസ്റ്റ് മീൻചന്ത വട്ടക്കിണർ ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. റെഡിമെയ്ഡ് ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, പാർട്ടി വെയർ ചുരിദാർ, ടോപ്പുകൾ, ലെഗിൻസ് എന്നിവയുടെ വൈവിധ്യ ശ്രേണി തന്നെയാണ് ഷോപ്പിലുള്ളത്. അഡ്വക്കേറ്റ് VM മൊയ്തീൻ നിയറസ്റ്റ് നാടിന് സമർപ്പിച്ചു. മലബാർ ഗോൾഡ് ഡയറക്ടർ ഫാത്തിമ ഇസ്മായിൽ ആദ്യ വിൽപ്പന നടത്തി. സാധാരണക്കാർക്കും അതോടൊപ്പം ഉയർന്ന ക്ലാസുകളിലുള്ളവരുടെയും ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള ചുരിദാർ ശേഖരം ഇവിടെയുണ്ട്.
170 മുതൽ തുടങ്ങുന്ന ടോപ്പുകളും 1000-ൽ തുടങ്ങുന്ന പാർട്ടിവെയർ ചുരിദാറുകളും ഇതിൽ ഉൾപ്പെടുന്നു. കെ മുസ്തഫ, സി രാജേഷ്, ലൈജു എന്നിവരാണ് നിയറസ്റ്റിന്റെ നടത്തിപ്പുകാർ. നിയറസ്റ്റ് ഡ്രസ് മെറ്റീരിയൽ ടോപ്സ് ആൻഡ് റെഡിമെയ്ഡ്സ്, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഹൈസ്കൂൾ, മീൻചന്ത, വട്ടക്കിണർ. ഫോൺ 9562819911. പെൻഡിയം കൺസ്ട്രക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയ അപ്പാർട്ട്മെന്റ് പെൻഡിയം സിവിൽ പാർക്ക് ഉദ്ഘാടനം ചെയ്തു. സിവിൽ സ്റ്റേഷൻസ് പരിസരത്ത് ഉയർന്ന പെൻഡിയം സിവിൽ പാർക്കിന്റെ താക്കോൽദാനം പെൻഡിയം മാനേജിംഗ് ഡയറക്ടർ ഗോപിനാഥൻ നിർവഹിച്ചു. ഡയറക്ടർ സേതു മാധവൻ, ജനറൽ മാനേജർ BK മാത്യു, മാർക്കറ്റിംഗ് മാനേജർ ഷാജു നവാസ്, ബ്രാഞ്ച് മാനേജർ അഷ്റഫ്, അക്കൌണ്ട് മാനേജർ ബാലകൃഷ്ണ മേനോൻ, സദാശിവൻ എന്നിവർ സംബന്ധിച്ചു. ഗ്രൗണ്ട് ഫ്ലോർ ഉൾപ്പെടെ 12 അപ്പാർട്ട്മെന്റുകളാണ് ഇതിലുള്ളത്. പെൻഡിയം കൺസ്ട്രക്ഷന്റെ 18ാമത്തെ പ്രൊജക്റ്റാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തത്. അതിൽ 250ഓളം സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് നമുക്കിന്നുണ്ട്. പെൻഡിയം കൺസ്ട്രക്ഷന്റെ പുതിയ പ്രൊജക്റ്റുകൾ കാരപ്പറമ്പിൽ പെൻഡിയം മെറ്റേണിയും, പെരിന്തൽമണ്ണയിൽ പെൻഡിയം സ്പ്രിംഗ് ഗ്രീൻ വില്ലാസും, പുതിയ അപ്പാർട്ട്മെന്റ് പ്രോജക്റ്റുകളും തൃശ്ശൂരും പാലക്കാടും പെൻഡിയം ചെയ്യാൻ പോകുന്നുണ്ട്. പെൻഡിയത്തിൻ്റെ സാറ്റിസ്ഫൈഡായ കസ്റ്റമേഴ്സിനെ ഉള്ള അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു പ്രോജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. പെരിന്തൽമണ്ണയിലും കാരപ്പറമ്പുമാണ് പെൻഡിയത്തിന്റെ പുതിയ പ്രൊജക്ടുകൾ ആരംഭിക്കുന്നത്. കൂടാതെ തൃശൂരിലും പാലക്കാട്ടും പുതിയ അപ്പാർട്ട്മെന്റ് പ്രൊജക്ടുകൾ വരുന്നുണ്ടെന്ന് പെൻഡിയം MD ഗോപിനാഥൻ പറഞ്ഞു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. വേജ് ബോർഡ് പരിധിയിൽ ദൃശ്യമാധ്യമ പ്രവർത്തകരെയും ഉൾപ്പെടുത്തണമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. മജീദ് വേജ് ബോർഡ് ശുപാർശ നടപ്പിലാക്കാൻ എല്ലാ മാധ്യമ മാനേജ്മെന്റുകളും തയ്യാറാവണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. KUWJ മുൻ സംസ്ഥാന പ്രസിഡന്റ് NP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് കമാല വരദൂർ അധ്യക്ഷം വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് K പ്രേംനാഥ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് VG വിജയൻ, സെക്രട്ടറി C വിനോദ് ചന്ദ്രൻ, ജില്ലാ ഭാരവാഹികളായ JS ഷാനിൽ, MP പ്രശാന്ത്, TK ബാലനാരായണൻ, ജില്ലാ സെക്രട്ടറി AV ഷെറിൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് MP രാമചന്ദ്രൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി N പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കതിരൂർ മനോജ് കൊലക്കേസ് അന്വേഷണം അട്ടിമറിക്കാനാണ് CPM ശ്രമിക്കുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K സുരേന്ദ്രൻ. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ രോഗികൾക്ക് കൈത്താങ്ങാകാൻ പാലിയേറ്റീവ് കെയറുമായി ഫറൂഖ് കോളേജ് വിദ്യാർത്ഥികളും. ദ്വാപരയുഗ സ്മരണകൾ ഉണർത്തി ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ നാടെങ്ങും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, the king of footwears.